എല്ലാവർക്കും നമസ്കാരം. ചാരു സർക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞി പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ കുഞ്ഞി പരിപാടി. അതായത് ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്ന ഈ കോഡ്സ് ഞാൻ കുപ്പിയിലോട്ട് പകർത്താൻ പോവാണ്. എന്നിട്ട് നമുക്ക് ഈ കുപ്പി ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് അലങ്കരിച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് മുന്നായിട്ട് കുപ്പി നന്നായിട്ട് തുടച്ചതിന് ശേഷം കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് കുപ്പിയിലോട്ട് ബ്രഷ് കൊണ്ടോ സ്പോഞ്ച് കൊണ്ടോ പെയിൻറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ സാധാരണ സ്പ്രേ പെയിൻറ്റ് ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ ഇതൊരു 3 കോട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ 3 കോട്ടും ഓരോ കോട്ടും ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണക്കിയെടുക്കണം. നന്നായിട്ട് ഉണങ്ങണം, ഇല്ലെങ്കിൽ എഴുതുമ്പോൾ പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 3 കോട്ട് ചെയ്ത് നന്നായിട്ട് ഉണക്കി വെച്ചിരിക്കുന്ന കുപ്പിയാണിത്. എന്നിട്ട് ഈ കോഡ്സ് ഞാനിവിടുന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ലൈഫ്, അതുപോലെ തന്നെ ലവ്സ്, അതുപോലെ തന്നെ ബർത്ത്ഡേ ഒക്കെ കോഡ്സ് നമ്മൾ സെർച്ച് ചെയ്യുക. എന്നിട്ട് പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് എടുക്കുക, എഴുതിയെടുക്കണമെങ്കിൽ പേപ്പറിൽ എഴുതിയെടുക്കാം. ഇപ്പം ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ ചെറിയ കോഡ്സ് ആയതുകൊണ്ട് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ടൊരു പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ, ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ഞാനൊരു പേനയാണ് എടുത്തിരിക്കുന്നത്, പെൻസിൽ കൊണ്ടോ ഇങ്ങനെ ഇത് നോക്കി എഴുതാം. ഞാനിപ്പോൾ ചെറിയ കോഡ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് നോക്കി എഴുതുകയാണ്. ഇപ്പോൾ എഴുതാൻ അറിയാത്തവർക്കും ഭംഗിയായിട്ട് എഴുതാൻ അറിയാത്തവർക്കും ഒക്കെ ആയിട്ട് കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ലത്. അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഫോണിൽ നിന്ന് നേരെ ഒരു പേപ്പർ വെച്ച് ട്രേസ് ചെയ്തിട്ട് കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്യാം കുപ്പിയിലോട്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. എന്നിട്ട് ഇതുപോലൊരു 0 സൈസ് ബ്രഷ്, ലൈനർ ബ്രഷ് എന്നൊക്കെ പറയും, അതെടുക്കുക. അത് എടുത്തതിന് ശേഷം വൈറ്റ് അക്രിലിക് പെയിൻറ്റ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലൂടെ എഴുതി കൊടുക്കുക. അതാദ്യം ഒരു തവണ എഴുതിയതിന് ശേഷം ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കട്ടിയാക്കി കൊടുക്കുക. അപ്പോൾ ഒരു തവണയും കൂടെ അതിൻ്റെ മുകളിലൂടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇതേ കുഞ്ഞൊരു കോഡ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ഫോം ഷീറ്റാണ്. ഒന്ന് ഭംഗിയാക്കണ്ടേ. അപ്പോൾ ഫോം ഷീറ്റ് എടുത്തിട്ട് അതൊന്ന് ഈ രൂപത്തിലൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു ചെറിയ സ്ക്വയർ പീസ് എടുക്കാം. അതിപ്പോൾ 2 കളർ എടുത്തിട്ടുണ്ട്. നമ്മുടെ കളേഴ്സൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ എന്ന് വെച്ചാൽ ഒന്ന് മടക്കിയതിന് ശേഷം, കണ്ടോ ദേ, ഇത് മടക്കിയതിന് ശേഷം ഒരറ്റത്തൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക, ഒരു എതള് പോലെ. എന്നിട്ട് ആ ഒരു ഷേപ്പിന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ദേ നമ്മുടെ ഹാർട്ട് ശരിയായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു ഹാർട്ടാണേ. അപ്പോൾ ഇത് നമുക്കൊന്ന് കുപ്പിയിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഓരോ കളറ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് നമുക്കിപ്പോൾ സ്റ്റിക്കിങ് ആയതുകൊണ്ട് അതുകൊണ്ട് പേപ്പർ ബാക്കിലത്തെ ആ സ്റ്റിക്കർ ടൈപ്പ് ആയതുകൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഗ്ലൂ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടോ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മൊത്തത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ദേ സിൽവർ കളറും ഒരു പിങ്കിഷ് കളറും ഒക്കെ ആയിട്ട് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കളറൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാനിവിടെ വൂളൻ നൂലൊരു 3 കളറ് ഒരുമിച്ചെടുത്തു. എന്നിട്ട് നമ്മളൊന്ന് ചുരുട്ടി കൊടുക്കണം. ചുരുട്ടി കൊടുക്കുകയെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കണം. കണ്ടോ? അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയാണ്. എന്നിട്ട് ഫെവിക്കോള് നമ്മൾ കുപ്പിയിലോട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഫെവിക്കോൾ ഞാൻ തേച്ച് പിടിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ നൂല് ഇതുപോലെ ഒന്ന് ഒരറ്റത്തുനിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ചുരുട്ടി പിടിക്കണം. ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ് ചുരുട്ടി ഒട്ടിക്കുന്നതിന്. ദേ ഇതുപോലെ. അപ്പോൾ നമ്മൾ കൈ വിട്ട് പോകാൻ പാടില്ല. ദേ ഇതുപോലെ ഞാനൊന്ന് ചുരുട്ടി ഒട്ടിക്കുകയാണ്. അപ്പോൾ ദേ ചുരുട്ടി ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുപ്പിയുടെ മുകൾ ഭാഗവും കൂടെ അതുപോലെ ഒട്ടിച്ചെടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഒരല്പം ബുദ്ധിമുട്ടാണ് ഫെവിക്കോളിൽ ഒട്ടാൻ. അപ്പോൾ നല്ലോണം ഫെവി ബോണ്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ദേ നമ്മുടെ കുപ്പിയുടെ മുകൾ ഭാഗവും ഒട്ടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ, വളരെ ചെറിയ രീതിയിൽ പെട്ടെന്ന് തന്നെ അലങ്കരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ? അപ്പോൾ എഴുതാൻ അറിയാത്തവർ എന്തായാലും കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് പെയിൻറ്റ് ചെയ്യുന്നതാണ്. അതും 0 സൈസ് ബ്രഷ് തന്നെ എടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തില്ലേ?
ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്തു നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.